ഗൈസ്, ഞാൻ വീണ്ടും ഒരു ആക്രിസാനം കൊണ്ട് വന്നേക്കുന്നു. ആക്രിസാനം എന്ന് പറയാൻ പറ്റില്ല, ഒരു കീ ചെയിൻ കേട്ടോ. ഞാൻ അച്ഛനമ്മയും ഒരു മാൾ പാർക്കിൽ പോയായിരുന്നു. ആ പാർക്കിൽ ഒരു വലിയ സ്ലൈഡ് കേട്ടോ. ഞാൻ അതിൽ സ്ലൈഡ് ചെയ്തപ്പോൾ ഒരു കുട്ടീനെ കണ്ടു. ആ കുട്ടി ഞാൻ വീണപ്പോൾ ബോളൊക്കെ ഇങ്ങനെ തീർച്ചു. അപ്പോൾ ചിരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചെന്നാൽ പേരെന്നൊക്കെ ചോദിച്ചു. അപ്പം ഇവിടെ എനിക്ക് പറഞ്ഞോളാം പേരെന്തോ എസ് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്കത് ഓർമ്മില്ല. ശ്രീനിക്കോ എന്തോ പേരാണ്, എനിക്ക് ഓർമ്മയില്ല ഗൈസ്. സോ ഈ വീഡിയോ ശ്രീനിക്ക കണ്ടിട്ടുണ്ടെങ്കിൽ ഹായ്. സോ ഗൈസ്, ഒരു കീ ചെയിൻ തന്നായിരുന്നു. ഇതൊരു കീ ചെയിനാണ്, നല്ല രസമുണ്ട് ഗൈസ്. ഗൈസ് നമുക്കിത് ഇത് അനങ്ങും ഗൈസ്. പിന്നീട് ഒരു ഹാർട്ടും കൂടി ഉണ്ട്, നല്ല ഹർപ്പം ഗൈസ്. ഇത് അങ്ങനെ അനങ്ങും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരാ എനിക്കിത് തന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എനിക്കത് ഇഷ്ടപ്പെട്ടു. സോ താങ്ക് യു സോ മച്ച്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ, ഇത് സ്റ്റോൺ പേപ്പർ സീസർ കളിക്കാലോ. ഗൈസ്, നിങ്ങളാണ് എന്നോട് സ്റ്റോൺ പേപ്പർ സീസർ കളിക്കേണ്ടത്. ഓക്കെ, സ്റ്റോൺ പേപ്പർ സീസേഴ്സ്. ഞാൻ പേപ്പർ കേട്ടോ. നിങ്ങൾ തന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കുറേ കീ ചെയിൻസ് ഉണ്ട്. ഫസ്റ്റ് വന്നത് ഈ കീ ചെയിൻസ്. ഇത് BTSൻ്റെ കീ ചെയിൻ. ഒരു ഫ്രണ്ടിനോട് നമ്മൾ സ്കൂള് വിട്ടിട്ട് പോവുകയല്ലായിരുന്നു. ഓൾ ചിലപ്പോൾ സ്കൂൾ മാറൂലെന്ന് തോന്നില്ല. ചിലപ്പോൾ ഓൾ Aയിലായിരിക്കും, ഞാൻ Bയിലായിരിക്കും. എനിക്ക് ഓൾ വിട്ടു പോകാൻ വയ്യ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ട് ഞാൻ ഓൾക്ക് ഇത് ഈ ഒരു കീ ചെയിൻ കൊടുക്കുന്നുണ്ട്, BTSൻ്റെ. ഞാൻ ബ്ലാക്ക് പിങ്ക് ആണ്, ഓൾ BTS. പിന്നെ ഇങ്ങനത്തെ വേറെ BTS. ഇതിൻ്റെ വേറെ ഫ്രണ്ട് കൊടുക്കാൻ, ഓളെയും എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, സെക്കൻഡ് ഫ്രണ്ട്. ഇത് 6 അമ്മ ജിന്നൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്, ചെറുതാണെന്ന് മനസ്സിലാവുന്നില്ല മുഖം. പിന്നെ നമുക്ക് ഒരു കുതിരയുണ്ട്, ലൈറ്റ് എത്തുന്ന കുതിര. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കള്ളം പറയേണ്ട, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു ലൈറ്റ് എത്തും ക്യാമറയും കൂടി ഉണ്ടായിരുന്നു, കാണുന്നില്ല ഗൈസ്. ഞാൻ ഇങ്ങനത്തെ കുർത്തം കിട്ടിയേട്ടോ, എന്ത് കിട്ടിയാലും കാണണ്ടാക്കും. നമ്മുടെ വെച്ച് നോക്ക് ഗൈസ്, നമുക്കെല്ലാം സത്യങ്ങൾ അറിയാം. കിട്ടിയെന്തൊക്കെ സാധനമുണ്ടെങ്കിൽ വേഗം ഞാൻ കളിക്കും, പിന്നെ കണ്ടാക്കും. പിന്നെ അന്ന് വാങ്ങിയ പിറ്റേന്ന് കാലിയാണ്. പിന്നെ ഈ ഒരു മിനി മൗസ്. പിന്നെ ഇതും. പിന്നെ ഇതിൻ്റെ വേറൊന്നും കൂടി ഉണ്ട്, ഞാൻ കളഞ്ഞു ടേസ്റ്റ്. ഈ ടെഡി ബിയർ ഞാൻ കളഞ്ഞു. കാരണം എനിക്കൊരു മാല ഉണ്ട്, ഒരു ലോക്കറ്റ് ഇല്ലാത്ത മാല. എനിക്ക് ലോക്കറ്റുള്ള മാലയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ പിറ്റേ ദിവസം മാല കാണാനില്ല അല്ലേ. ആ മാല ഓള് അതിൽ തൂക്കി വെച്ചിന്, കാണുന്നില്ല. അത് നെക്സ്റ്റ് ഒന്നും ഇത്രേ ഉള്ളൂ. സോ എല്ലാവരും ഈ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ മൈലൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത് ഞാൻ വരച്ചാട്ടോ. സമയത്ത് മെനക്കെട്ടിരുന്ന് വരച്ചതാണ് മൂപ്പർ. എൻ്റെ അടുത്ത് മൈലേജിന് കുറേ ഉണ്ട്, എനിക്ക് ബോറടിച്ചിട്ട് ഞാൻ ഭാഗ്യത. നിങ്ങളിങ്ങനെ മൈലേജ് എടുത്ത ആളാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഇതൊരു മൈലേജ് ഇടില്ല, കിട്ടുന്ന അവസരം മുതലാക്കല്ലേ വീണ്ടും കേസ് അല്ലേ. ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ ഇത് അറിയുന്നുണ്ട്, കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട്. നെറ്റിക്ക് പൊട്ടിടയില്ല, കൈക്ക് മൈലാഞ്ചി ഇടയില്ല. മൈലാഞ്ചി ആദ്യമായിട്ട് അവള് മൈലാഞ്ചി കഴിയുമ്പോൾ ഇടുന്നത്. ഇതെൻ്റെ ചേച്ചത്. ഞാൻ പൊട്ടിടില്ല, പൗഡർ ഇടില്ല. ഹാൻഡ് പ്രിന്റ് കൈമ സ്റ്റിക്ക് ചെയ്തിട്ട് വരച്ചേ. ഇത് ഹാൻഡ് പ്രിന്റ് അല്ല, മറ്റേ സ്റ്റിക്കർ കേട്ടോ. ഇത് പക്ഷെ ഇതൊക്കെ ഞാൻ വരച്ചത്, ഇതൊക്കെ ഞാൻ വരച്ചത്. ഈ ഒരു സാധനം മാത്രം എന്താണ് സ്റ്റിക്കർ ഹാൻഡ് പ്രിന്റ് കൊണ്ട് വരച്ചതാണ്. പിന്നെ ഗൈസ്, എൻ്റെ സകല കുർത്തക്കൂടെ അമ്മയോട് ചോദിച്ചത് ഗൈസ്, കമൻറ്റ് ചെയ്താൽ മതി. എന്താണ് എൻ്റെ അമ്മയുടെ രേഷ്മ എന്നാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. രേഷ്മാൻ്റെ എന്തൊക്കെ കുർത്തക്കേടാണ് സ്ഥിതി ചെയ്യലെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞുതരും ഗൈസ്, അമ്മ എന്നും പറഞ്ഞുതരും. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലായിടത്തും ബൈ, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ബൈ.